ഗുരുതരമായ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പീഡന പരാതിയിൽ കേസെടുത്തിട്ട് 24 മണിക്കൂറൊക്കെ പിന്നിട്ടിട്ടും രാഹുലിന്റെ ഒളിയിടം എവിടെയാണ് എന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതേസമയം ഈ കേസിൽ പോലീസ് തെളിവ് ശേഖരണം തുടങ്ങിയിട്ടുണ്ട്. ജിബിൻ JB ആയിരിക്കും വിവരങ്ങൾ നമ്മളടുത്ത് പറയാൻ പോകുന്നത്. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ എങ്ങനെയാണ് അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്തും പാലക്കാടും ഉൾപ്പെടെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഈ കേസിന്റെ ഓരോ ഘട്ടങ്ങളും. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് പരിശോധനകളും മറ്റുമൊക്കെ പോകുന്നത്? എത്രയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഈ നിമിഷമെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകി അന്വേഷണം ആരംഭിച്ചിട്ട് ഇപ്പോൾ 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെയും സംസ്ഥാന പോലീസിന് സാധിച്ചിട്ടില്ല. കാരണം ഈ ഒരു ആരോപണം വന്നു, യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതി വന്നു. ആ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് ഓഫീസിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ ഫോൺ ഓൺ ആകുന്നുണ്ട്. പക്ഷേ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത് ഈ 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതാണ് ഏറ്റവും നിർണായകമായും നിൽക്കുന്നത്. കാരണം സംസ്ഥാനത്തെ ഒരു MLA തന്നെയാണ് 24 മണിക്കൂറായി ഒളിവിൽ പോയിരിക്കുന്നത്. അദ്ദേഹത്തെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല എന്ന് പറയുന്നത് അത് വലിയൊരു വീഴ്ച തന്നെയാണ്. കാര്യം ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം പോലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് DCPയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ IT സെല്ലിൽ നിന്നുൾപ്പെടെയുള്ള വനിതാ അംഗം വരെ ഈ അന്വേഷണ സംഘത്തിൻ്റെ അകത്തുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ ഇരുന്നു കൊണ്ട് അഡ്വക്കേറ്റുമായി സംസാരിച്ച് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ കൂടി നൽകിയിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം MLA ചെയ്തിരിക്കുന്നത്. താൻ പെൺകുട്ടിയുമായി, ഈ ആരോപണ വിധേയമായ പെൺകുട്ടിയുമായി തനിക്ക് ഏറെ നാളെ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ നിർബന്ധിച്ച് ബലാത്സംഗം ചെയ്തിട്ടില്ല, നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്തിട്ടില്ല എന്ന തുടങ്ങിയ വാദങ്ങളാണ് ഈ ജാമ്യാപേക്ഷയിലും ഉള്ളത്. പക്ഷേ എന്തായിരുന്നാലും ഇതിലൊക്കെ ഈ കാര്യങ്ങളിൽ ഒരു കൃത്യത വരണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ കസ്റ്റഡിയിലെടുക്കേണ്ട അനിവാര്യമാണ്. പക്ഷേ ഇതുവരെയും അതിന് സാധിച്ചിട്ടില്ല. തിങ്കളാഴ്ചയാണ് ഈ കേസ് കോടതി പരിഗണിക്കുക. അതിനിടെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികളുടെ ശേഖരണവും തെളിവ് ശേഖരണവും ആരംഭിക്കാനുള്ള ഒരു നീക്കത്തിലാണ്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ സാക്ഷിമൊഴി ശേഖരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഈ ബലാത്സംഗം നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിൽ വെച്ചാണ്. അതിനുശേഷം പാലക്കാട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ ഫ്ലാറ്റിൽ എത്തി അവിടെ നിന്നുള്ള സാക്ഷിമൊഴികൾ ശേഖരിക്കുകയാണ് ആദ്യം നടക്കുക. അതിൽ നിന്നുള്ള തെളിവുകളും ശേഖരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് കൂടി മൊഴികൾ ശേഖരിക്കേണ്ടതുണ്ട്. അപ്രകാരമുള്ള നടപടികളായിരിക്കും ഇനി മുന്നോട്ട് പോവുക. പൂജ.